എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ രമാ വേണുഗോപാൽ. ഇന്നത്തെ എൻ്റെ മൈൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ നശിപ്പിക്കുന്ന ഒരു ശത്രുവാണ് അലസത. പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാളും ഏറെ നാശം വിതയ്ക്കുന്ന ശക്തിയുമാണ് അലസത, മടി എന്നൊക്കെ പറയാം. ഒട്ടേറെ ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു ശിഷ്യൻ ഭയങ്കര മടിയനായിരുന്നു. ആ ശിഷ്യനെ പലതവണ ഉപദേശിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഗുരുവും ശിഷ്യനും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ പോകുന്നതിനിടയിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഇവിടെ കുറച്ചു വിശ്രമിച്ചു പോകാമെന്ന്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഇത്രയും മോശമായ സ്ഥലത്താണോ ഗുരു നാം വിശ്രമിക്കുന്നത്? അതിന് മറുപടിയായി ഗുരു പറഞ്ഞത് ഇതാണ്: ഇതിലേറെ മോശമാണ് ദുഷ്ടന്മാരായ മനുഷ്യരുടെ ഹൃദയം. അങ്ങനെ യാത്രക്കിടയിൽ അവർ ഒരു വയലിൻ്റെ സമീപത്താണ് എത്തിയത്. കളകളൊക്കെ നിറഞ്ഞ ഒരു പാടമായിരുന്നു അത്. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, അല്പം മുമ്പ് നമ്മൾ കണ്ടത് ദുഷ്ടനായ മനുഷ്യരുടെ ഹൃദയമായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, അലസന്മാരായ മനുഷ്യൻ്റെ ജീവിത സ്ഥിതിയാണ്. പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടത് കളകളൊന്നുമില്ലാതെ ഒരു പാടമായിരുന്നു. അതിൽ കതിർമണികൾ നിറഞ്ഞു നിൽക്കുന്നു. ആ വയലിൻ്റെ മനോഹാരിത കാണിച്ചു കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, നോക്കൂ, അലസത വെടിഞ്ഞ് അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ സുന്ദര ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് ശിഷ്യന് തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായതും. അധ്വാനത്തിൻ്റെ ഫലം എപ്പോഴും ആനന്ദദായകമാണ്. ജീവിതത്തിൻ്റെ ചൈതന്യവും ഊർജവും ഒക്കെ ചോർത്തിക്കളയുന്ന ശത്രുവാണ് അലസത. നമ്മൾ എപ്പോഴൊക്കെ അലസതയിലേക്ക് വഴുതി വീഴുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതം ചൈതന്യരഹിതവും അസംതൃപ്തി നിറഞ്ഞതുമായിരിക്കും. എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കൂ എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അലസതയിൽ നിന്നും മുക്തരാവാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ രമാ വേണുഗോപാൽ. താങ്ക് യു.